ഇപ്പോൾ നമ്മൾ മണിപ്പൂരിൽ ബൂത്ത് പിടിച്ചെടുക്കാൻ വന്ന 3 പേർ അറസ്റ്റിൽ. ബിഷ്ണുപൂരിലെ ബൂത്ത് പിടിച്ചെടുക്കാൻ വന്നവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് തോക്കും പണവും ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. നോബിൾ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നോബിൾ മാരിക്കാരൻ, തെരഞ്ഞെടുപ്പിനിടയിൽ ഇത്തരം സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടിരുന്നു. എന്താണ് അവിടെ കൃത്യമായി സംഭവിച്ചത്? എന്തൊക്കെയാണ് പിടിച്ചെടുത്തത്? ഇവരുടെ പിന്നിലാരാണ്? സുജയ, ഇന്നലെ മണിപ്പൂരിലെ ബിഷ്ണുപൂരിൽ മെയ്റാങ് കബുയിൽ ഈ പ്രൈമറി സ്കൂളിലെ ബൂത്ത് പിടിച്ചെടുക്കാൻ ഒരു സംഘം ആളുകൾ എത്തിയിരുന്നു. ആയുധങ്ങൾ ഉൾപ്പെടെയാണ് ആളുകൾ എത്തിയത്. പിന്നാലെ പോലീസ് ആകാശത്തേക്ക് വെടിവെക്കുകയും ഇവരെ അവിടെ നിന്ന് തുരത്തുകയും ചെയ്തു. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേരെ മണിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 3 പേരും മണിപ്പൂർ സ്വദേശികളാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. ജൻസൺ സിംഗ്, അതോടൊപ്പം രത്തൻ, അൻഗാംബ എന്നീ 3 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് 32ഓളം വരുന്ന ചെറിയ കൈത്തോക്കുകളും അതോടൊപ്പം തന്നെ നിരവധി വെടിയുണ്ടകളും മറ്റ് ആയുധങ്ങളും ഒപ്പം ഒരു കാറും അതോടൊപ്പം തന്നെ 1.5 ലക്ഷം രൂപയും പിടിച്ചെടുത്തു എന്നാണ് മണിപ്പൂർ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇവർ ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണോ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ് എന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ച് ഇന്നലെയും നമുക്കറിയാം മണിപ്പൂരിൽ പലയിടത്തും സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ബിഷ്ണുപൂരിലെ ഈ ബൂത്തിൽ ഇത്തരത്തിൽ വെടിവെപ്പ് ഉണ്ടായതിനു പിന്നാലെ അവിടെ ബൂത്ത് അടയ്ക്കുകയും തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കുകയും ചെയ്ത സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ 3 പേരെ മണിപ്പൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ആൾക്കൂട്ടമായി തന്നെ എത്തിക്കൊണ്ടായിരുന്നു ബൂത്ത് പിടിച്ചെടുക്കാനുള്ള ശ്രമം ഇവർ നടത്തിയത് എന്ന് ഇന്നലെ തന്നെ ബൂത്ത് ഏജന്റുമാർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ അവിടെ ക്രമക്കേട് ഉൾപ്പെടെ വോട്ടിങ്ങിൽ ഉണ്ടായി എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ആ ബൂത്തിൽ വോട്ടെടുപ്പ് നിർത്തിവെക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകളെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയും. ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്ന് അറിയാൻ കഴിയും എന്ന നിലപാട് തന്നെയാണ് പോലീസും മണിപ്പൂർ പോലീസും പങ്കുവയ്ക്കുന്നത് ഈ ഘട്ടത്തിൽ. സുജയ.